ഹബീബായ റസൂലുള്ള അല്ലെ ഈ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണല്ലോ മരുഭൂമിയിൽ യാത്ര ചെയ്തത്. അള്ളാഹുവിന്റെ ഭൂമിയിലെ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു അത്ഭുതമാണ് നാക്ക, ഒട്ടകം. ഷബീബായി തൊപ്പിട്ടോളി. പലരും പറയും വീഡിയോയിൽ തൊപ്പില്ല, തൊപ്പിയാണ്, തൊപ്പി കിടക്കട്ടെ. അതെ, ചില സാഹചര്യം തൊപ്പിട്ടുണ്ടാവും, കോട്ടിട്ടുണ്ടാവും അല്ലെ. അത് ഇൽമ, അള്ളാന്റെ ഇൽമല്ലേ. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. അല്ലേ, നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? വിശാലമായി കിടക്കുന്ന ഈ ഭൂമിയെ കാണുന്നില്ലേ? പറന്ന് കിടക്കുന്ന ആകാശത്തെ കാണുന്നില്ലേ? ഒട്ടകത്തിൽ നിങ്ങൾ കാണുന്ന ദൃഷ്ടാന്തം എന്താണ്? ഈ മരുഭൂമിക്ക് പാകമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ അതെ, ഈ ഒട്ടകത്തിന്റെ ഓരോ സൃഷ്ടിപ്പിലും അത്ഭുതമുണ്ട്. ഇതിന്റെ നടത്തത്തില്, ഇതിന്റെ കുളമ്പില്, ഇതിന്റെ വായയില്, മാത്രമല്ല ഇതിന്റെ അവിടെ ഒരു പൂഞ്ഞ ഉണ്ടെന്നാ പറയുന്നത്. ദിവസങ്ങളോളം മരുഭൂമിയിൽ വെള്ളം കുടിച്ചില്ലെങ്കിലും യാത്ര ചെയ്യാൻ ഈ ഒട്ടകത്തിന് സാധിക്കും. മാത്രമല്ല ഈ ചൂടുള്ള ഈ മരുഭൂമിയിൽ നടക്കാനുള്ള കുളമ്പ് ഇതിനുണ്ട്. മരുഭൂമിയിലെ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടികൾ നിറഞ്ഞതാണ്. അതിനെ ഭക്ഷിക്കാൻ പറ്റുന്ന വാഴയാണ് അതിനുള്ളത്. ഹബീബായ റസൂലുള്ള അല്ലെ ഈ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണല്ലോ മരുഭൂമിയിൽ യാത്ര ചെയ്തത്. ഹിജ്റ പോയില്ലേ, മരുഭൂമിയിൽ എത്ര യുദ്ധത്തിന് പോയി അല്ലെ. റസൂലുള്ളാനെയും വഹിച്ചു കൊണ്ടുപോയ ഒട്ടകത്തിന് മഷ്ഹൂറായ ഒരു പേരുണ്ട് ഷബീബ. എന്താ പേര് അല്ലെ? കസ്വ. റസൂലുള്ളാനെയും കൊണ്ട് എത്ര യാത്രകൾ പോയി. റസൂല് വഫാത്തായപ്പോ പിന്നെ ഒട്ടകം പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വിഷമിച്ച് മരിച്ചുപോയി എന്നാ പറയുന്നത് അല്ലേ.